الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നിർഭയത്വം, പേടിയില്ലായ്മ എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആൻ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവീനെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. നമുക്കെല്ലാം മനഃപ്പാഠമുള്ള സൂറത്തുൽ ഖുറൈശ്. അള്ളാഹു അവിടെ പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. അള്ളാഹു ഖുറൈശികളായ ആളുകളെ പ്രത്യേകമൊന്ന് സ്മരിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ. ഈലാഫി ഖുറൈശ് എന്ന് പറഞ്ഞാൽ ഖുറൈശികൾക്ക് ഇണക്കമാക്കി കൊടുത്തതിനാൽ എന്നാണ്. ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തും അതുപോലെ തന്നെ ഉഷ്ണകാലത്തും വേനൽക്കാലത്തും യാത്ര ചെയ്യുക എന്നുള്ളത്. മക്കയിലുണ്ടായിരുന്ന മക്ക നിവാസികൾക്ക് ജീവിത വിഭവങ്ങൾ കാര്യമായി ലഭിച്ചിരുന്നത് കച്ചവടത്തിലൂടെയായിരുന്നു. അവിടെ നമുക്കറിയാലോ, ഉംറക്കും മറ്റൊക്കെ പോയി ഹജ്ജിനൊക്കെ പോയ ആളുകൾക്കറിയാം, അവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, കൃഷിയായിട്ടോ മറ്റോ ഒന്നും തന്നെ. പിന്നെ എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്? അവർ ഷാമിലേക്കും അതുപോലെ തന്നെ സിറിയയിലേക്കൊക്കെയുള്ള അവരുടെ യാത്രകളായിരുന്നു. അപ്പോൾ യാത്ര എന്ന് പറയുന്നതാണെങ്കിലോ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും യാത്ര ചെയ്യുക എന്നുള്ളത് അള്ളാഹു അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയാൻ ഫൽയഅ്ബുദൂ, അതിനാൽ അവർ ഈ ബൈത്തിൻ്റെ അഥവാ കഅബാലയത്തിൻ്റെ രക്ഷിതാവിനെ അവർ ഇബാദത്തെടുത്തു കൊള്ളട്ടെ. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിനുള്ള നന്ദി എന്നുള്ള നിലയിൽ ഈ കഅബാലയത്തിൻ്റെ റബ്ബിന് നിങ്ങൾ ഇബാദത്തെടുക്കൂ എന്നതാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് ഒന്നുകൂടെ എടുത്തു പറയാൻ അല്ലദീ അത്അമഹും മിൻ ജൂ',
വിശപ്പിൽ നിന്നും അവർക്ക് ഭക്ഷണം നൽകിയവനായ, വആമനഹും മിൻ ഖൗഫ്, പേടിയിൽ നിന്നും നിർഭയത്വം നൽകുകയും ചെയ്തവനായിട്ടുള്ള റബ്ബിനെ അവർ എന്ത് ചെയ്യട്ടെ? ഇബാദത്ത് എടുത്തുകൊള്ളട്ടെ എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നിർഭയത്വം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ദിനേന സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും പൗരത്വം തെളിയിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളും, അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യാൻ, മത്സരിക്കാനല്ല, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അർഹതക്കും യോഗ്യതക്കും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റുകളിൽ, ഡോക്യുമെൻറ്റേഷനുകളിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രഷറും നമ്മുടെ പ്രമേയവും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാനസികമായി കൂടുതൽ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ എന്ത് ചെയ്യുന്നത്? പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു വിഷയം, നമ്മൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കേണ്ട ഒരു വിഷയം, ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ. എന്തോ ഒരു സുഖവും സന്തോഷവും സമാധാനവുമായിരുന്നു. എല്ലാ അർത്ഥത്തിലും നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു അവസ്ഥ, നിർഭയത്വം എന്നുള്ളത് നമുക്കങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ആ നിർഭയത്വം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, അത് തീർച്ചയായും നമ്മൾ വഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടിക്കൊള്ളൂ എന്ന് പറഞ്ഞില്ലേ, അല്ലാഹുവിലേക്ക് നമ്മൾ ഓടുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ഓട്ടം നമ്മളിതിനു വേണ്ടിയിട്ട് നമ്മുടെ അംഗത്വവും നമ്മുടെ പൗരത്വമൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുമ്പോൾ, അത് സുബഹി ജമാഅത്തും അതുപോലെ തന്നെ നമസ്കാരം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മളിങ്ങനെ ഓടുന്നത്. പക്ഷെ അടിസ്ഥാനപരമായി അള്ളാഹു നമ്മുടെ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ഈ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ, ഈ സമൂഹത്തിൻ്റെ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആദ്യമായി നമ്മൾ അവലംബിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. എവിടെയാ പോരായ്മ ഉള്ളത്? വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, രഹസ്യ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ, സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകളിൽ, പെരുമാറ്റങ്ങളിൽ, ഇവിടങ്ങളിലെല്ലാം അള്ളാഹുവിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റം വരുത്തി അതിലൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങി പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മൾ റബ്ബിലേക്ക് നമ്മൾ ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ പരിശ്രമങ്ങളെല്ലാം തന്നെ വൃഥാവിലാകും, വെറുതെയായി പോകും എന്നുള്ള ഒരു ചിന്ത പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ നിഅമത്തിനെ ആരെങ്കിലും മാറ്റിമറിക്കുകയാണെങ്കിൽ അതിന് കഠിനമായ ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്നുള്ളതാണ്. അതൊക്കെ ആയിരിക്കാം, അള്ളാഹു ആലം. അള്ളാഹു നമുക്ക് പോരായ്മകൾ പുറത്തു തരുമാറാവട്ടെ. നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ല എൻ്റെ വിഷയം. നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. നിങ്ങൾ നന്ദി കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു പറയാം, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ആ നന്ദി എന്താണ്? ഇപ്പൊ നമുക്ക് ഒരു നല്ല അവസ്ഥയാണ്, ഇങ്ങോട്ട് വരാനുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടായില്ലേ? ഈ സംസാരിക്കാൻ അള്ളാഹു എനിക്കൊരു ആഫിയത്ത് എനിക്ക് തന്നില്ലേ? ഇവിടെ ഇരിക്കാനുള്ള ഒരു ആഫിയത്ത് നമുക്ക് നൽകിയില്ലേ? ഇന്ന് ഉച്ചക്ക് ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ട് എങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഒന്ന് സൂചന നൽകിയാൽ മതിയായിരിക്കും. അതിനൊന്നും നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ പ്രശ്നത്തിനുള്ള പരിഹാരം അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കലാണ് എന്ന ഒരു ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇന്നത്തെ ഒരു പ്രശ്നത്തിൻ്റെ വിഷയങ്ങൾ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ? വൈവാഹിക ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു പോംവഴി നിശ്ചയിച്ചു കൊടുക്കും എന്നുള്ളതാണ്. യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. അവൻ്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും എന്നുള്ള ഏത് വിഷയങ്ങൾക്കുമുള്ള പരിഹാരം സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അടുക്കുകയും അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ എന്ത് ചെയ്ത് തുടക്കം കുറിച്ചത്, ദീന് നന്നാക്കുക എന്നുള്ള വിഷയം. അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തില്ല, ആ പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് ഇനി കുറച്ചും കൂടെ പറയാനുള്ളത്.
അള്ളാഹുവിനോട് എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്നു നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുവേ, എൻ്റെ ദീനിനെ എനിക്ക് നീ നന്നാക്കി തരണം. അല്ലദീ ഹുവ ഇസ്മതു അംരി, അതിലാണ് എൻ്റെ സുരക്ഷിതത്വം ഉള്ളത്. നമ്മളതിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചു. കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ മനസ്സിലാക്കി. അതെന്താണ്? എല്ലാം അള്ളാഹുവിൽ നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്നുള്ളതും, അള്ളാഹുവിന് കൊടുക്കേണ്ടത് ഒരു സൃഷ്ടിക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ പാർട്ട് അതാണ് ദീന് നന്നാവുക എന്നതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട്. അതെന്താണ് പ്രിയമുള്ളവരെ? അത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കുന്നിടത്ത്, അത് വിശ്വസിക്കുന്നിടത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നല്ലപോലെ നമ്മൾ ആലോചിക്കുകയും അതിലുള്ള പോരായ്മകൾ നമ്മൾ നികത്തി ആ ഒരു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള സാക്ഷ്യവാക്യത്തെ നമ്മൾ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് നമുക്ക് പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന മറ്റു തിന്മകളെക്കാളും കടുത്തതാണത്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടാകും അല്ലേ? വ്യഭിചാരത്തെയും അതുപോലെ തന്നെ മദ്യപാനത്തെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ വലിയ തെറ്റുകളാണ്. അതിൻ്റെ പിറകാലെ പോകുന്നവർക്ക് ഐഹിക ജീവിതത്തിലും നിന്ദ്യതയും നികൃഷ്ടതയും അതുപോലെ തന്നെ മോശമായിട്ടുള്ള പര്യാവസാനവും ഒക്കെ ആയിരിക്കും അവർക്ക് ലഭിക്കും. ഖബറിലും ശിക്ഷ ലഭിക്കുവാൻ കാരണമാകുന്ന വിഷയങ്ങളാണ് ആ പറഞ്ഞതൊക്കെ, സംശയമൊന്നുമില്ല. എന്നാൽ അതേ സമയത്ത് ദീനിന്റെ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിഷയത്തിൽ പോരായ്മകൾ വന്നാൽ ആ തിന്മകളെ നമ്മൾ ഒന്നും കൂടെ നമ്മൾ ഓർഡറാക്കി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഗൗരവം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിഷയത്തിൽ വരുന്ന അബദ്ധമാണ്. രണ്ടാമത്തെ വിഷയം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന വിഷയത്തിൽ വരുന്ന തെറ്റുമാണ്. അപ്പം എങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നിടത്ത് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്? നോക്കൂ, ഞാൻ ഓതി വെച്ച വചനം സൂറത്ത് ആൽ ഇംറാനിലെ 105-ാമത്തെ ആയത്ത്. അല്ലാഹു പറയാം, വലാ തകൂനു കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അലീം. വലാ തകൂനു, നിങ്ങളാവരുത്, കല്ലദീന തഫറഖൂ, ഭിന്നിച്ചവരെ പോലെ നിങ്ങളാവാൻ പാടില്ല, ഭിന്നിച്ചു പോയവരെ പോലെ നിങ്ങളാവരുത്. വഖ്തലഫു, തഫറഖു എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം പല കക്ഷികളായി നിങ്ങൾ ഭിന്നിച്ചു പോയവരെ പോലെ നിങ്ങളാവരുത്. അതുപോലെ തന്നെ വഖ്തലഫു, അഭിപ്രായ ഭിന്നതയിലായവരെ പോലെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആവരുത്. മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ വന്നതിന് ശേഷം അവർക്ക് വഉലൈക ലഹും, അവർക്ക് ഭയാനകമായിട്ടുള്ള ശിക്ഷയാണ് അവർക്കുള്ളത്. അപ്പോൾ ഒന്ന് കക്ഷികളായി അഭിപ്രായ ഭിന്നതകളുള്ള ആളുകളായി നിങ്ങൾ മാറിപ്പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. മാത്രമല്ല, ഇങ്ങനെ ആയാൽ പരലോകത്ത് വരാൻ യൗമ തബിയല്ലു വുജൂഹും വ തസ്വദ്ദു വുജൂഹ് ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും അകഫർതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. പരലോകത്തെത്തുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ചില മുഖങ്ങൾ വെളുത്ത മുഖങ്ങളായിരിക്കും. പരലോകത്ത് നമ്മളൊക്കെ എത്തും, അതിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അള്ളാഹു നമുക്ക് നല്ല ഒരു യാത്ര പ്രദാനം ചെയ്യുമാറാവട്ടെ. പരലോകത്ത് വിജയികളിൽ അള്ളാഹുവെ ഞങ്ങളെ നിന്റെ മഹത്തായ ഫضല് കൊണ്ട് നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. ആ പരലോകത്തുള്ള രണ്ട് വിഭാഗത്തെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഒരു വിഭാഗം മുഖം വെളുത്തവരായിരിക്കും, സന്തോഷം കൊണ്ട് പ്രസന്നത കൊണ്ട് അവർ അനുഭവിക്കുന്ന കൺകുളിർമയുള്ള കാഴ്ചകൾ കൊണ്ട് അവരുടെ മുഖം വെളുത്തവരായിട്ടുള്ള അവസ്ഥയിലായിരിക്കും അവർ. മറ്റു ചില മുഖങ്ങളാവട്ടെ കറുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണത്. എന്നാൽ മുഖങ്ങൾ കറുത്തുപോയ ആളുകളോട് പറയും, എന്താ പറയണമെന്നറിയോ? വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിക്കുകയാണോ ചെയ്തത്? ഈമാൻ ഉണ്ടായതിനു ശേഷം നിങ്ങൾ അവിശ്വസിക്കുകയാണോ ചെയ്തത്? എങ്കിൽ നിങ്ങളുടെ അവിശ്വാസം സ്വീകരിച്ചതിൻ്റെ ഫലമായി ശിക്ഷ ഇതാ നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയും ചെയ്യും. വീണ്ടും പറയാവ, അമ്മല്ലദീന ബിയല്ലതു വുജൂഹുഹും, എന്നാൽ മുഖം വെളുത്തവരായിട്ടുള്ള ആളുകളാവട്ടെ ഫഫീ റഹ്മത്തില്ലാ,
അവർ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിലായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതരായിരിക്കും. സഹോദരങ്ങൾ, ഇവിടെ ഈ പറഞ്ഞ ആ ഒരു പ്രയോഗം എന്താ പറയുക, നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്നെത്തിയതിന് ശേഷം ഭിന്നിച്ചവരായിട്ടുള്ള ആളുകൾ ആരാന്നറിയോ? അവര് ജൂതന്മാരും നസാറാക്കളായിട്ടുള്ള ആളുകളാണ്. തഫ്സീറുകളിൽ പല രൂപത്തിലൂടെ ഇതിന് വിശദീകരണങ്ങൾ നൽകുന്നിടത്ത് പൂർവികരായിട്ടുള്ള ആ ആളുകളെ പോലെ നിങ്ങൾ ആവാൻ പാടില്ല എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം അതാണ്. ആരാ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നവർക്കറിയാമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നവർക്കറിയാമായിരുന്നു. മാത്രമല്ല, തൗറാത്തിലും ഇഞ്ചീലിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് കൃത്യമായി യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വന്തം മക്കളെ പോലെ അവർക്ക് ആരറിയാമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമായിരുന്നു. മുഹമ്മദ് നബിയെ അവർക്ക് അറിയാമായിരുന്നു. സ്വന്തം മക്കൾ, എൻ്റെ ഒരു മകനുണ്ടെങ്കിൽ ആ മകനെ പറ്റി എനിക്ക് എങ്ങനെ അറിയാം? അതുപോലെ അറിയാമായിരുന്നു. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട്. പക്ഷേ ഈ തെളിവുകളെല്ലാം, ബയ്യിനാത്തുകളെല്ലാം വന്നിട്ടും അവർ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അതുപോലെയുള്ള ഒരു അവസ്ഥ, ഒരു വിഭാഗം ഈ മുസ്ലിം ഉമ്മത്തിൽ വരൂലേ? ആലോചിച്ച് നോക്കിങ്ങൾ, അത് വരൂലേ? അത് ജൂതന്മാരിലും നസാറാക്കളിലും മാത്രമാണോ ആ ഒരു വിഭാഗം ഉണ്ടാകുന്നത്? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരാണ് ജൂതന്മാരും നസാറാക്കളും 71ഉം 72ഉം വിഭാഗങ്ങളായിട്ട് അവർ ഭിന്നിച്ചു പോയിട്ടുണ്ട് എങ്കിൽ സതഫ്തരിഖു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് ഭിന്നിച്ചു പോകും. എങ്ങനെ ഭിന്നിച്ചു പോവുക? 73 വിഭാഗമായിട്ട് മാറിപ്പോകും എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് അടിവരയിട്ടുകൊണ്ട് വീണ്ടും നമ്മൾ മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാവരും നരകത്തിലാണ്. അഥവാ 72 വിഭാഗവും നരകത്തിലാണ്. ഒന്നൊഴികെ, ആ ഒഴികെ എന്ന് പറയുന്ന വിഭാഗം ആരാണ്? അതാണ് എന്ത്? അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, എൻ്റെ ദീന്, ആ ദീനിലാണ് എൻ്റെ സുരക്ഷിതത്വമുള്ളത്. അതുകൊണ്ട് എൻ്റെ ദീന് എനിക്ക് നീ നന്നാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നവരായിട്ടുള്ള ആളുകളാണവർ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ്, നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പ്, സകാത്ത് നമ്മൾ ചെലവഴിക്കുന്നതിൻ്റെ മുമ്പ്, ദാനധർമ്മങ്ങൾ ചെലവഴിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യമായി നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള പരിശുദ്ധമായ കലിമയിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടോ? രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ടത്, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ഈ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ തേട്ടത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വളരെ ഗൗരവകരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചേർത്ത് നമ്മൾ പഠിക്കുകയും നമ്മൾ പഠിക്കാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നാളേക്ക് ആ ഖബറിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ മുഖപ്രസന്നതയോടുകൂടി റബ്ബിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേ പരാമർശങ്ങളിൽ ശ്രദ്ധേയമായ ഒരു പരാമർശമാണ് ഫകുല്ലു ബിദ്അത്തിൻ വലാല. എല്ലാ ബിദ്അത്തുകളും വലാലത്താണ് എന്ന് പറഞ്ഞാൽ, ദീനിൽ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായി കടത്തിക്കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വഴിപ്പിഴവിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യാധിപൻ സൈന്യത്തിന് ഗൗരവകരമായ രൂപത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് പോലെ മുഖം ചുവപ്പിച്ച് കടുത്ത രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ജാഗ്രത കാണിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എല്ലാ പ്രഭാഷണങ്ങളുടെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുന്ന ഖുതുബയുടെ ഒക്കെ തുടക്കത്തിൽ ഇതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, അഥവാ നമസ്കാരമാണെങ്കിൽ 6 നിസ്കരിച്ച പോലെ നമ്മൾ നിസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ നമ്മൾ നിസ്കരിക്കണം. മിമ്പറിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? നിസ്കാരം പഠിപ്പിക്കുന്നത്. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. കൈകെട്ടുന്നതും റുക്കൂയിലേക്ക് പോകുന്നു, സുജൂദ് ചെയ്യാൻ വേണ്ടി മിമ്പറിൽ നിന്ന് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ്. ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1,00,000-ലധികം വരുന്ന ആളുകൾക്ക് ഹജ്ജിന് നേതൃത്വം നൽകുന്നത്. എന്നിട്ട് പറയുന്നുണ്ടത്, ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പം ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നതുപോലെ നമ്മൾ അത് നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളത്. അപ്പോൾ നമസ്കാരത്തിൽ എങ്ങനെ കൈ ഉയർത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ എവിടേക്കാണ് നോക്കിയത്, അതുപോലെ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനകൾ എങ്ങനെയാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന രൂപത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മളത് നിർവഹിക്കേണ്ടതുണ്ട്. ഒറ്റ കാര്യം കൂടെ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ പിഴച്ചു പോയാലുണ്ടാകുന്ന വിഷയം, അപ്പോൾ അതിൻ്റെ ഗൗരവം വേഗം മനസ്സിലാവാനാണ്. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? വുളു എടുക്കുമ്പോൾ അതിൻ്റെ ഒരു മര്യാദ കൂടെ, വുളു എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? കൈകാലുകൾ നമ്മൾ നല്ലപോലെ വൃത്തിയായി നമ്മൾ കഴുകുന്നുണ്ട്. കൈ കഴുകുമ്പോൾ ഒന്നുകൂടി ഉയർത്തി നമ്മൾ കഴുകണം എന്നാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനം നൽകുന്നത് എങ്ങനെയാണെന്ന് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രോത്സാഹനം നൽകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വുളൂഇൻ്റെ അവയവങ്ങൾ പ്രകാശിതമായിട്ടായിരിക്കും നാളെ അന്ത്യനാളിൽ എന്ത് ചെയ്യുക? പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ഒരിക്കൽ പറയുന്നുണ്ട്. എന്താ പറയണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവരോട് പറയാൻ, ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നബിയെ ഇതാ ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളല്ല അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബത്തല്ലേ, നിങ്ങൾ എൻ്റെ സഹാബത്താണ്, നിങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരെയാ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? അവരെന്നെ കണ്ടിട്ടില്ല, ഞാൻ അവരെയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഇനി വരാനിരിക്കുന്ന എൻ്റെ സഹോദരൻ, അത് ഞാനാണ് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരാണത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണാൻ ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബാക്കളോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താ അറിയാം നിങ്ങൾക്ക്? തിരുനബി പറയാ, ഞാൻ അവരെ കാത്തിരിക്കും. എവിടെയാണ്? സ്ഥലം പറഞ്ഞു തന്നു, ഹൗലുൽ കൗസർ എന്ന പാനീയത്തിൽ, അവിടെ ഞാൻ കാത്തിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് അതിൻ്റെ ആ പാനീയത്തിൻ്റെ വർണ്ണനകൾ പറഞ്ഞു തരാൻ. അപ്പോൾ സഹാബാക്കൾ ചോദിക്കുക, നബിയെ എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾ ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിയും. എന്നെ നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം? നമ്മൾ റസൂലിൻ്റെ ഉമ്മത്താണ് എന്ന് എങ്ങനെയാ അറിയാം? തിരുനബിയെ കാത്തിരിക്കുന്നവരാണ് എന്നുള്ളത് എങ്ങനെയാ അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത് അറിയോ? എന്താ പറഞ്ഞത്? അവർ വുളൂഇൻ്റെ അവയവങ്ങൾ പ്രകാശിതമായിട്ടാണ് അവിടെ വരിക. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരു ടീം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും, എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു ടീം അവിടെ ഉണ്ടാകുന്നതാണ്. അവർക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. അപ്പം ഞാൻ അവരെ വിളിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ അവരെ വിളിക്കും. ഹലുമ്മു ഇലാ ഹാജത്തിക്കും, ഇതാ ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരി എന്ന് പറയുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അവരുടെ അടുത്തേക്ക് വരുമ്പോൾ മറയിടും. ആ സമയത്ത് ഞാൻ അള്ളാഹുവിനോട് പറയും, കാരണം എന്താ? എൻ്റെ ടീമിന് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ലല്ലേ, അതുകൊണ്ട് അള്ളാഹുവിനോട് പറയും, ഉമ്മത്തി അവരെൻ്റെ വിഭാഗമാണ്, എൻ്റെ അടുത്തേക്ക് അവരെ പറഞ്ഞയക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എന്താ പറഞ്ഞറിയോ? ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക, നിനക്കറിയില്ല, താങ്കൾക്കറിയില്ല താങ്കളുടെ കാലശേഷം എന്താണ് അവർ പുതിയതായി ദീനിൽ കടത്തിക്കൂട്ടിയത് എന്നുള്ളത് താങ്കൾക്കറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയണ്ടേ? എന്നാലും റബ്ബേ, നിസ്കരിച്ച് നോമ്പെടുത്തിട്ടല്ലേ അവരിങ്ങോട്ട് വന്നേ, കണ്ടില്ലേ അവരെ മുഖം, അവരുടെ കൈകാലുകൾ പ്രകാശിതമായിട്ടല്ലേ അവർ വന്നത്, എത്രത്തോളം അവർ ഉളു എടുത്തിട്ടുണ്ടാകും, അവരെൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്ക് എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസുഹ്ഖ മാറിപ്പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടുമെന്നാ പറഞ്ഞത്. ആരാട്ടുമെന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടും.
മാറിപ്പോകൂ, ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും. ഇതെന്തേ അറിയോ? നിസ്കരിക്കാത്തോണ്ടല്ല, നോമ്പെടുക്കാത്തോണ്ടല്ല, ഈ ഇബാദത്തുകളൊക്കെ ചെയ്തിട്ടും അവർക്ക് അവിടുന്ന് ഫലശൂന്യമായി പോകാനുണ്ടായ കാരണം എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഷഹാദത്ത് കലിമയിലെ രണ്ടാമത്തെ തേട്ടത്തെ അവരങ്ങോട്ട് അവഗണിച്ചു. നിസ്കരിച്ചിന്, ഒരുപാട് നിസ്കരിച്ചിന്, പക്ഷെ ദീനിൽ കണ്ടതും കേട്ടതും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ ആ രൂപത്തിലൂടെ ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എല്ലാ ആണ്ട് നേർച്ചയിലും ഉണ്ടാവും, എല്ലാ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് ആ വിഷയങ്ങളിലൊക്കെ അവരുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നമ്മൾ വിശദമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ കൂടെ അതിലേക്ക് ചേർത്ത് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിലൂടെ നമുക്കത് പറയാം. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ചുറ്റുപാടുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് വേണം? ഹിദായത്ത് നമുക്ക് വേണം. അതിന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം, അല്ലേ? വിത്റിലെ കുനൂത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. അല്ലാഹുവേ, നീ സന്മാർഗം കാണിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നീ സന്മാർഗം പ്രദാനം ചെയ്യണമേ. 17 തവണ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പറയുന്നില്ലേ? ആ തേട്ടങ്ങളൊക്കെ എന്താണെന്നറിയോ? ബിദ്അത്തിൽ നിന്നും ശിർക്കിൽ നിന്നും കുഫ്രിൽ നിന്നും മുക്തമായിട്ടുള്ള ഒരു ടീമിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതൊന്നും കൂടെ ബലപ്പെടാൻ, ശക്തിപ്പെടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, അല്ലാഹു എൻ്റെ ദീനിനെ നീ എനിക്ക് ശരിയാക്കി തരണം. അല്ലദീ ഹുവ ഇസ്മത്തു അംരി, അതിലാണ് എൻ്റെ സുരക്ഷിതത്വമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ദീനിനെ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. രോഗികളായ ആളുകൾക്ക് രോഗശമനവും ആശ്വാസവും പ്രദാനം ചെയ്യണമേ. സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവരുടെ സമ്പത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أدخلنا الجنة يا رب العالمين، اللهم أدخلنا الجنة يا رب العالمين، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم على نبينا محمد.